തെരഞ്ഞെടുപ്പ് അട്ടിമറി, വോട്ട് ചോറി, ഇതാണല്ലോ നിലവിലെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇതൊരിക്കലും ഒരു പർട്ടിക്കുലർ ആക്റ്റ് അല്ല, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് പല രീതികളുണ്ട്. അതിൽപ്പെട്ട ഒരു രീതി മാത്രമാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ എന്ന് പറയുന്നത്. അതായത് നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, അത് ഒരു രീതി മാത്രമാണ്. മറ്റു രീതികളുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വരുത്തുക എന്നതാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്നൊരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റിയിലെ ഏറ്റവും ആദ്യത്തെ ഘട്ടമായിട്ട് വരുന്നത്, ആദ്യത്തെ രീതിയായിട്ട് വരുന്നത്. നിലവിലെ സാഹചര്യ പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഏതൊരാൾക്കും മറ്റൊരാളുടെ ഏതെങ്കിലും ഒരു ID ഉപയോഗിച്ചുകൊണ്ട് അയാളെ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുന്നതിനോ ഡിലീറ്റ് ചെയ്യുന്നതിനോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റു എഡിറ്റിംഗ് ചെയ്യുന്നതിനോ ആവശ്യമായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി കഴിയും. ആ വ്യക്തി അറിയ പോലുമില്ല, കാരണം അയാളുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് കിട്ടിയാൽ മതി. നിലവിലെ സാഹചര്യ പ്രകാരം അങ്ങനെ മറ്റൊരാളുടെ ID പ്രൂഫ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രയാസവുമില്ല, സുഖമായിട്ടൊരു ID പ്രൂഫ് കിട്ടും. ഇങ്ങനെ നമ്മൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ഹിയറിംഗ് ഉണ്ടാകും, ഒരു കൺസേൺഡ് അതോറിറ്റി മുമ്പാകെ ഒരു ഹിയറിംഗ് ഉണ്ടാകും പഞ്ചായത്തിൽ. ഇങ്ങനെ ഒരു ഹിയറിംഗ് നമ്മൾ പോകുന്ന സമയത്ത് ഈ കൺസേൺഡ് അതോറിറ്റി കൃത്യമായി പ്രവർത്തിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം മറ്റേതെങ്കിലും വ്യക്തി താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ടുള്ള ഇൻഫ്ലുവൻസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആണെങ്കിൽ അവർ നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ വിഷയത്തെ അപ്രൂവ് ചെയ്യും. അതായത് അവർ കൃത്യമായിട്ടുള്ള സ്റ്റഡി ഒന്നും നടത്താതെ അപ്രൂവൽ തരും. അതായത് ക്രോസ് ചെക്ക് ചെയ്യില്ല, നിങ്ങളത് അപ്രൂവ് ആക്കി കിട്ടും. അതായത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി വഴി, അങ്ങനെ നിരന്തരമായിട്ടുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ വഴി ഈ വോട്ടർ പട്ടികയിലേക്ക് അങ്ങനെ ഫ്രോഡായിട്ടുള്ള എൻട്രികൾ സംഭവിക്കുകയാണ്. അതായത് ഒരു വ്യക്തിയുടെ പേരിൽ ഒന്നിലധികം വോട്ടുകൾ ഉണ്ടാവും. അതുപോലെ ഫേക്കായിട്ടുള്ള അഡ്രസ്സ്, ഫേക്കായിട്ടുള്ള ഐഡൻറ്റിറ്റി പ്രൂഫ്, ഫോട്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്രോഡ് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി അത്തരത്തിലൊരു ഇൻറ്റൻറ്റോട് കൂടി നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ശ്രമം ഈ ഒരു ഹിയറിങ്ങോട് കൂടി പൂർണ്ണമായി വിജയിക്കുകയാണ്. അതായത് ഒരു വ്യക്തി പോലും അറിയാതെ നിങ്ങൾ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുന്നതിനോ ഡിലീറ്റ് ചെയ്യുന്നതിനോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനോ വേണ്ടി കൊടുത്തിട്ടുള്ള അപേക്ഷ ആ വ്യക്തി പോലും ഹാജരാവാതെ, ആ വ്യക്തി അറിയ പോലും ചെയ്യാതെ അപ്രൂവൽ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ കൺസേൺഡ് അതോറിറ്റീസിന്, അതായത് പഞ്ചായത്തിന്, ഇവർ കൃത്യമായിട്ട് അവരുടെ പ്രവർത്തനം കാര്യക്ഷമമായി ചെയ്തിട്ടുണ്ട് എങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഫേക്ക് എൻട്രീസൊക്കെ, ഫേക്കായിട്ടുള്ള അപേക്ഷകളൊക്കെ ഇവർക്ക് കണ്ടുപിടിക്കാനും അവ തള്ളിക്കളയാനും ഇവർക്ക് പറ്റും. പക്ഷെ അവരിത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർ കർശനമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ വരുന്ന ഇത്തരത്തിലുള്ള അപേക്ഷകൾ തന്നെ പൂർണ്ണമായി തള്ളിക്കളയാൻ വേണ്ടി കഴിയും. അല്ല, ഇവരിതിന് അപ്രൂവൽ കൊടുക്കുകയാണെങ്കിൽ, ക്രോസ് ചെക്ക് ചെയ്യാതെ അപ്രൂവൽ കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള എൻട്രികളെല്ലാം, അപേക്ഷകളെല്ലാം അപ്രൂവ് ആവുകയും ഇവരെല്ലാം തന്നെ വോട്ടർ പട്ടികയിലേക്ക് എൻട്രി നേടുകയും ചെയ്യും. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വോട്ടർ പട്ടിക ഫൈനലായിട്ട് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം മുതൽ അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലയളവിൽ ഈ വോട്ടർ പട്ടിക നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി കഴിയും. ഏതൊരു സാധാരണക്കാരനും ഈ വോട്ടർ പട്ടിക പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഈ വോട്ടർ പട്ടിക കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഒരു പോളിംഗ് ബൂത്തിൽ ഏകദേശം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് വോട്ടേ ഉണ്ടാവുകയുള്ളൂ. ഇത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഫേക്ക് ആയിട്ടുള്ള എൻട്രീസ് വന്നിട്ടുണ്ടോ, ഫേക്ക് ഫോട്ടോസ്, അഡ്രസ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ അതിലുള്ള അംഗങ്ങൾ ഈ ബൂത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ളവരാണോ, അങ്ങനെ തുടങ്ങിയ ആ ഒരു വ്യക്തിയെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള വിവരം നമുക്ക് ഈ വോട്ടർ പട്ടിക പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഈ ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയ പാർട്ടികൾ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കുന്നതിലൂടെ, ബൂത്ത് ഏജൻറ്റുമാരെ നിയമിക്കുന്നതിലൂടെയൊക്കെ ചെയ്യുന്നത്. ഫൈനലായിട്ടുള്ള വോട്ടർ പട്ടിക പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം, ഫൈനലായ വോട്ടർ പട്ടിക കിട്ടിയതിന് ശേഷം തിരഞ്ഞെടുപ്പ് വരെയുള്ള ദിവസങ്ങളിൽ ഇവർ വളരെ കാര്യക്ഷമമായി ഈ വോട്ടർ പട്ടിക പഠിക്കുകയാണ് ചെയ്യുന്നത്. ഈ വോട്ടർ പട്ടികയിൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടോ, അതുപോലെ ഏതെങ്കിലും രീതിയിൽ കള്ളവോട്ടുകൾ ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ എന്ന ഒരു പഠനമാണ് ഈ പറഞ്ഞ ബൂത്ത് കമ്മിറ്റികളും ബൂത്ത് ഏജൻറ്റുമാരും ചെയ്യുന്നത്. അത് ഇലക്ഷൻ്റെ ദിവസം വരെ വളരെ കാര്യക്ഷമമായി നടക്കും. ഇത്തരത്തിലുള്ള ഒരു അനാലിസിസിന് ശേഷം അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. ഇതിലെന്തെങ്കിലും രീതിയിലുള്ള, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരിത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. അതുപോലെ ഈ പറഞ്ഞ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മറ്റേതെങ്കിലും ബൂത്തിൽ വോട്ടുകളുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായി പഠിച്ചിരിക്കും. ഈ പഠനത്തിന് ശേഷമാണ് ഇവർ ഇലക്ഷനെ സമീപിക്കുന്നത്, ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത്. ഇലക്ഷൻ്റെ ദിവസം പോളിംഗ് ബൂത്തിൽ ഉദ്യോഗസ്ഥരെ കൂടാതെ, ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കൂടാതെ ബൂത്ത് ഏജൻറ്റുമാരുണ്ടാകും. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ബൂത്ത് ഏജൻറ്റ് എന്ന രീതിയിലുള്ള ആളുകൾ അവിടെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ നടന്നിട്ടുള്ള ഫേക്ക് എൻട്രികളെ ഈ ബൂത്ത് ഏജൻറ്റുമാർ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത്തരത്തിലുള്ള ഫേക്ക് ആപ്ലിക്കേഷൻസിലൂടെ വോട്ടർ പട്ടികയിൽ കയറി പറ്റിയിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ ബൂത്ത് ഏജൻറ്റുമാരുടെ കൃത്യമായ ഇടപെടലുകളിലൂടെ അത് തടയാൻ വേണ്ടി പറ്റുകയും കഴിയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ വോട്ടർ പട്ടികയിൽ മാനിപ്പുലേഷൻസ് നടത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറി, അതിൻ്റെ തുടക്കവും അവസാനം പറഞ്ഞു. അവസാനം എന്ന് പറയുന്നത് പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഈ കള്ളവോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ടുള്ള ഫേക്കായിട്ടുള്ള എൻട്രികൾ, ഫേക്കായിട്ടുള്ള ആളുകളെ
ബൂത്ത് ഏജൻറ്റുമാരൊക്കെ ഇടപെടലുകളിലൂടെ നമ്മൾ തള്ളുന്നു, വോട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ ഈ പറഞ്ഞ വോട്ടർ പട്ടികയിലെ മാനിപ്പുലേഷൻസ് എന്ന ആദ്യ രീതി അത് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് തടയുന്നതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻസ് കൊണ്ടുവന്നാൽ മതി. നിലവിൽ യാതൊരു വിധത്തിലുള്ള ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻസും ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആക്ടിവിറ്റീസിൽ ചെയ്യുന്നില്ല. അതായത് നമ്മൾ ആധാറിലൊക്കെ ചെയ്യുന്നത് പോലെ ഫിംഗർ പ്രിൻറ്റോ ഐറിസോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒതൻറ്റിക്കേഷൻസ് അത് ഈ വോട്ടർ പട്ടികയുമായ കാര്യത്തിൽ അത് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു ID പ്രൂഫ്, ഒരാൾക്ക് തന്നെ എത്രത്തോളം ID പ്രൂഫുകൾ ഉണ്ടാവും, എത്ര നമ്പർ ഓഫ് ID പ്രൂഫ്സ് ഉണ്ടാവും, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല ഈ ID പ്രൂഫ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാവുന്നതാണ്. നമ്മൾ നമ്മുടെ ID പ്രൂഫ് ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ ഈ പറഞ്ഞ ഈ ഫിംഗർ പ്രിൻറ്റോ ഐറിസോ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒതൻറ്റിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി അറിയാതെ അയാളുടെ പേരിൽ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. ആ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രമേ അയാളുമായി ബന്ധപ്പെട്ട് വോട്ടർ ലിസ്റ്റിലേക്ക് ചേർക്കുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിന് അയാളുടെ പൂർണ്ണ സമ്മതം ഉണ്ടായിരിക്കണം. മാത്രമല്ല ഡബിൾ എൻട്രി പോലെയുള്ള കാര്യങ്ങളൊന്നും ഇത്തരത്തിൽ ഒതൻറ്റിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സംഭവിക്കില്ല. ഒരാൾ അയാളുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമുള്ള ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻസ് വഴി ആണ് ഈ പറഞ്ഞ വോട്ടർ പട്ടികയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചാലും ആ ആളറിയാതെ പിന്നീട് അയാളുടെ പേരിൽ ഈ പറഞ്ഞ വോട്ടർ പട്ടികയിലേക്ക് നമുക്ക് കയറാൻ വേണ്ടി പറ്റില്ല. ഇതാണ് ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ സൊല്യൂഷൻ എന്ന് മാത്രമല്ല അൾട്ടിമേറ്റ് ആയിട്ട് ചെയ്യേണ്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് ചെയ്യുന്നതിന് അവർക്ക് പരിമിതികൾ ഉണ്ടാവും. കാരണം അവർക്ക് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടെയായിട്ട് അവർക്ക് ചില വ്യക്തി താല്പര്യങ്ങൾ ഉണ്ട്. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വളരെ തുറന്നു പറയുകയാണെങ്കിൽ BJPയുടെ ഒരു നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡി ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടവരാണ്. പക്ഷേ നിലവിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള പല കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും BJP സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ ഒക്കെ ഒരു ഭാഗമായിക്കൊണ്ട് അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കാണുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്ത് പറഞ്ഞ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻസ് കൊണ്ടുവരണമെന്നത്. പക്ഷേ അത് അവർ ചെയ്യില്ല. അവരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് ഉണ്ടാവില്ല. കാരണം അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഈ സൊല്യൂഷൻ വഴി ഒരിക്കൽ 100% ഇത് വർക്കൗട്ട് ആവില്ല. പക്ഷേ എന്നാലൊരു പരിധി വരെയൊക്കെ നമുക്ക് ഇതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയും. അതായത് ഈ പറഞ്ഞ രീതിയിലുള്ള എൻട്രികൾ, അതായത് ഫേക്കായിട്ടുള്ള എൻട്രികൾ വോട്ടർ പട്ടികയിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് മുൻകൂട്ടി കാണുകയും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ബൂത്ത് ഏജൻറ്റുമാരും ബൂത്ത് കമ്മിറ്റികളും ഒക്കെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ള വോട്ടുകൾ പോൾ ചെയ്യുന്നതിനെ അത് നടക്കുന്ന സമയത്ത് തടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് പോളിംഗ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് നമുക്ക് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഇത്തരത്തിലുള്ള ഫേക്കായിട്ടുള്ള കാര്യങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൽ രണ്ടാമത്തെ സൊല്യൂഷൻ. ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലെ സാഹചര്യത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേരളത്തിലൊരു കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ട് മാത്രം ചിന്തിക്കരുത്, മറിച്ച് മൊത്തത്തിൽ ഇന്ത്യയിൽ എന്ന് കാണണം. അതായത് നിലവിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് പലർക്കും പല സ്റ്റേറ്റുകളിലും അവർക്ക് പറഞ്ഞ രീതിയിലുള്ള ബൂത്ത് സംവിധാനങ്ങളോ ബൂത്ത് ഏജൻറ്റ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പല സ്ഥലങ്ങളിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ബൂത്ത് ഏജൻറ്റോ ബൂത്ത് കമ്മിറ്റിയോ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാവില്ല. ഉത്തരേന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ആരൊക്കെ വരുന്നു, വോട്ട് ചെയ്തു പോകുന്നു. ഇതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. ഇത് നമ്മൾ മറികടക്കാൻ ചെയ്യേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ ബൂത്ത് തലങ്ങളിലുള്ള ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനം വളരെ സജീവമാക്കുക എന്നുള്ളതാണ്. ബൂത്ത് കമ്മിറ്റികൾ വളരെ കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനെ നമുക്ക് മറികടക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അത് കാര്യക്ഷമമായി ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ ചെയ്യേണ്ട കാര്യം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഫീസിബിൾ ആയിരിക്കില്ല, എന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥരോ ഒക്കെ ഉയർന്ന രാഷ്ട്രീയ സ്വാധീനമൊക്കെ വെച്ച് ചെയ്യാൻ പറ്റാവുന്നതാണ്. അത് മറ്റൊന്നുമല്ല, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്, EVM അതുപോലെ VVPAT ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് മാറ്റുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് നമുക്കറിയാം, പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഉദ്യോഗസ്ഥർ ഈ പറഞ്ഞ EVM-ഉം VVPAT-ഉം ഒക്കെ ഒരു സ്റ്റോർ റൂമിലേക്ക് മാറ്റും. അവിടെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, പലരെയും സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഈ EVM-ഉം അതുപോലെ VVPAT-ഒക്കെ പൂർണ്ണമായി മാറ്റി മറ്റൊന്ന് വെക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഇന്ത്യയിൽ നടന്നു വരുന്ന സംഭവങ്ങളാണ്. കേരളത്തിൽ ഇത് നടക്കുന്നില്ല എന്നേ ഉള്ളൂ, മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇത് സംഭവിക്കാറുണ്ട്. അതുപോലെ EVM എന്ന് പറയുന്നൊരു ഇലക്ട്രോണിക് ഉപകരണമാണല്ലോ. ഇതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രമീകരണങ്ങൾ എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹാക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതേ ഉള്ളൂ. ഇതാണ് രണ്ടാമത്തെ രീതി. ഇതിപ്പോൾ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ഫീസിബിൾ അല്ലെങ്കിൽ പോലും ഇത് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, ഇനിയും നടക്കാൻ സാധ്യതയുള്ള ഒരു രീതിയാണ്.
പിന്നീടുള്ളൊരു രീതി എന്ന് പറയുന്നത് കൗണ്ടിങ്ങിൻ്റെ സമയത്താണ്. നമ്മളെ ഈ വി വി പാറ്റും EVM ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കൗണ്ടിങ് നടക്കുന്ന സമയത്ത് പല രീതിയിലുള്ള മാൽ പ്രാക്ടീസസും നടക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്ന, എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉറപ്പ് തരുന്ന ഒരു ലീഗൽ റൈറ്റാണ്. ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ പൗരനും നൽകിയിട്ടുള്ള ലീഗൽ റൈറ്റും മറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും ഒക്കെ വയലേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിൽ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതായത് BJP സർക്കാർ, RSS നിയന്ത്രിക്കുന്ന BJP സർക്കാർ അവരുടെ പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പല ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇതിന് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന നാട്ടിൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ബ്യൂറോക്രസിയും ഒക്കെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ ഈ പറഞ്ഞ ജുഡീഷ്യറി ആവട്ടെ എല്ലാ മേഖലകളിലും ഇവരുടെ ഒരു പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ്. ഇതിനെ നമുക്ക് മറികടന്നേ പറ്റൂ. അല്ലെങ്കിൽ ഇന്ത്യയിലെ നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യ അതൊരു പേരിൽ മാത്രമായി ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ നേരിടുന്ന ഈ ഒരു വിഷയം, അതായത് തെരഞ്ഞെടുപ്പിലെ അട്ടിമറി ഒരു വിഷയം, അതൊക്കെ നമ്മൾ മറികടക്കണമെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഒക്കെ വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻസ്, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ആദ്യം തന്നെ ഈ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻസ് കൊണ്ടുവരുന്നതിലൂടെ ഇത് നമുക്ക് പൂർണ്ണമായും തടയാൻ പറ്റും. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. അതിനു വേണ്ടിയുള്ള ഇന്നിപ്പോൾ സമരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്.